ബിസ്ക്കറ്റ് കിങ് ഓഫ് ഇന്ത്യ എന്ന് ലോക മാധ്യമങ്ങൾ വാഴ്ത്തിയ നമ്മുടെ രാജ്യത്തിൻ്റെ പേര് ലോകത്തിൻ്റെ നെറുകയിൽ കൊണ്ടുവന്നൊരു വ്യക്തി, അതിസമ്പന്നതയുടെ കൊടുമുടിയിൽ ജീവിച്ചിട്ട് തീഹാർ ജയിലിൽ വെച്ച് അതിക്രൂരമായി മരണപ്പെട്ട ആ വ്യക്തിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. അതായത് രാജൻ പിള്ള. നമ്മൾക്ക് ആർക്കും തന്നെ ഈ രാജൻ പിള്ള എന്ന വ്യക്തിയെ മറക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ മുഖചിത്രം തന്നെ മാറ്റിയെടുത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ആരാണ് രാജൻ പിള്ള? എങ്ങനെയാണ് രാജൻ പിള്ള ബിസ്ക്കറ്റ് കിങ് ഓഫ് ഇന്ത്യ ആയത്? അപ്പോൾ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം കേട്ടോ. ഈ രാജൻ പിള്ള കൊല്ലം സ്വദേശിയാണ്. രാജൻ പിള്ളയുടെ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അമ്മാവനാണ് കേട്ടോ. അതായത് വെണ്ടർ കൃഷ്ണൻപിള്ള. കൃഷ്ണൻപിള്ള എന്ന് പറഞ്ഞാൽ ഒരു കിരീടം വയ്ക്കാത്ത രാജാവാണ്. അതായത് കശുവണ്ടി വ്യവസായം മൂലം കൊല്ലത്തിൻ്റെ മുഖചിത്രം തന്നെ മാറ്റി എഴുതിയ വ്യക്തി. അപ്പോൾ ഈ വ്യക്തിയുടെ കീഴിൽ ഒരു 1500ഓളം തൊഴിലാളികളുണ്ട്. അപ്പോൾ ഈ രാജൻ പിള്ളയുടെ ആഗ്രഹം പുറത്ത് പോയി ബിസിനസ് ചെയ്യണമെന്നാണ്. അതായത് അദ്ദേഹത്തിന് സിംഗപ്പൂർ പോകണമെന്നാണ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടമെല്ലാം പൂർത്തിയാക്കിയിട്ട് സിംഗപ്പൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ തനിക്ക് ലഭിച്ച കുടുംബസ്വത്തുക്കളെല്ലാം തൻ്റെ സഹോദരങ്ങൾക്ക് ഇദ്ദേഹം വീതിച്ചു കൊടുക്കുകയാണ്. കാരണം താൻ തുടങ്ങുന്ന ബിസിനസ് തൻ്റെ സ്വന്തം കഠിന അധ്വാനത്തിലായിരിക്കണം, തനിക്ക് വേറെ ആരുടെയും അല്ലെങ്കിൽ തൻ്റെ കുടുംബസ്വത്തുക്കളിൽ ഒന്നും തന്നെ അതിനാവശ്യമില്ല. അങ്ങനെ ഒരു നിലപാടിലാണ് അദ്ദേഹം സിംഗപ്പൂർ എത്തുന്നത് കേട്ടോ. അപ്പോൾ സിംഗപ്പൂരിലെ അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജീവിതം അത്ര സുഖകരമുള്ളതായിരുന്നില്ല. പക്ഷേ സിംഗപ്പൂർ സാമ്പത്തിക അച്ചടക്കമുള്ളൊരു രാജ്യവും അതുപോലെ തന്നെ വ്യവസായികളെ പ്രോത്സാഹിപ്പിക്കുന്നൊരു രാജ്യമാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കഠിനമായിട്ടുള്ള കൂർമ്മബുദ്ധിയും കഠിന അധ്വാനവും അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് ഏഷ്യയിലെ നമ്പർ 1 ബിസ്ക്കറ്റ് സാമ്രാജ്യമായ ബ്രിട്ടാനിയയുടെ ചെയർമാൻ സ്ഥാനത്തേക്കാണ്. അതത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലേ? പക്ഷേ അദ്ദേഹം അവിടെ എത്തി. അങ്ങനെ അത് മാത്രമല്ല, അദ്ദേഹം വിജയത്തിൻ്റെ ഓരോ നെറുകയും ചവിട്ടുപടിയായി കയറി കേട്ടോ. പക്ഷേ അദ്ദേഹം അറിയാത്തൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ പുറകിലെ ശത്രുക്കളുടെ എണ്ണം കൂടുകയായിരുന്നു. അതായത് പരാജിതരായിട്ടുള്ള ആൾക്കാരെല്ലാം അദ്ദേഹത്തിൻ്റെ പുറകിൽ നിൽക്കുമായിരുന്നു അദ്ദേഹത്തെ തള്ളിയിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ 1993 ഇദ്ദേഹത്തിനെ ബ്രിട്ടാനിയ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ്. അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായിട്ടുള്ള റോസ് ജോൺസൺ ഇദ്ദേഹത്തിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്യാണ്. ഇദ്ദേഹം ബ്രിട്ടാനിയയിൽ നിന്ന് $70 ലക്ഷം തിരിമറി നടത്തിയെന്നാണ് കേസ് കേട്ടോ. അങ്ങനെ സിംഗപ്പൂർ കോടതി ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ ഇദ്ദേഹത്തെ 14 വർഷത്തേക്ക് ജയിൽവാസം വിധിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി തനിക്ക് ഇവിടെ നീതി ലഭിക്കില്ല. അങ്ങനെ ഇദ്ദേഹത്തിന് വേണ്ടി വാദിച്ചത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഉപദേഷ്ടാവായിട്ടുള്ള അലൻ ജോൺസണാണ് കേട്ടോ. അപ്പോൾ അലൻ ജോൺസണും പറയുന്നുണ്ട് ഇവിടെ ഇദ്ദേഹത്തിന് നീതി ലഭിക്കില്ല. അങ്ങനെ അദ്ദേഹം വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ജന്മനാട്ടിൽ നീതി കിട്ടും. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് നമ്മുടെ നാട്ടിലെത്തുകയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തിന് നീതി ലഭിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ജാമ്യമൊക്കെ ഹൈക്കോടതി റദ്ദാക്കി. അങ്ങനെ അദ്ദേഹത്തിനെ തീഹാർ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷേ തീഹാർ ജയിലിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ലിവർ സിറോസിസിന് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള മരുന്നുകളോ ട്രീറ്റ്മെൻറ്റോ അവിടെ ലഭിച്ചില്ല എന്ന് മാത്രമല്ല കടുത്ത ചൂടും അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചു കേട്ടോ. അങ്ങനെ അദ്ദേഹം രക്തം ഛർദ്ദിച്ചാണ് മരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണശേഷം മദ്രാസ് ഹൈക്കോടതി ഇതിനെ വിമർശിക്കുകയും ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുകയാണ് ചെയ്യാട്ടോ. പക്ഷേ ആ ഒരു 10 ലക്ഷം രൂപ ഒരു വ്യക്തിയുടെ ജീവന് മതിയാകുമോ? കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പേര് ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച മനുഷ്യനാണ്. അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം വെറും 47 വയസ്സാണ്. ആ വ്യക്തി അകാലത്തിൽ തന്നെ മരിച്ചുപോയെന്ന് പറയാൻ പറ്റില്ല. ഒരു ജുഡീഷ്യൽ കൊലപാതകം എന്ന് വേണം നമുക്കിതിനെ പറയാൻ കേട്ടോ. ഒരു കസ്റ്റഡി മരണം, ഒരു ചില അനാസ്ഥകൾ, ചിലപ്പോൾ ഒരാൾ കോടതി വിചാരിച്ചെങ്കിൽ പോലും ആ വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.